ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് കാമദ ഏകാദശിയാണ്. ഏപ്രിൽ മാസത്തെ ആദ്യത്തെയും ചൈത്രമാസത്തിലെ രണ്ടാമത്തേതുമാണ് കാമദ ഏകാദശി. മാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് കാമദ ഏകാദശി ആചരിക്കുന്നത്. മറ്റു ഏകാദശികളെ പോലെ തന്നെ കാമദ ഏകാദശിക്കും ഒരു ഐതിഹ്യമുണ്ട്. പത്മപുരാണത്തിലാണ് ഇത് പറയുന്നത്. നാഗപുര രാജ്യത്ത് പുണ്ടരീക എന്ന രാജാവ് താമസിച്ചിരുന്നു. അദ്ദേഹം മറ്റു നാഗങ്ങളും ഗന്ധർവന്മാർ, ദേവതകൾ എന്നിവരെല്ലാം പരിപാലിച്ചിരുന്നു. നാഗപുരിയിൽ ലളിത് എന്ന ഒരു ഗന്ധർവനും ലളിത എന്ന ദേവതയും കുട്ടിക്കാലം മുതൽ പരസ്പരം പ്രണയത്തിലായിരുന്നു. അവർ അവരുടേതായ സ്വപ്നലോകത്ത് അങ്ങനെ വിഹരിച്ചു നടക്കുകയായിരുന്നു. ഒരു ദിവസം മറ്റു ഗന്ധർവന്മാരോട് ഒന്നിച്ച് ലക്ഷന്ത് കൊട്ടാരത്തിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചിന്തകൾ സദസ്സിൽ പതിവായി ഉണ്ടാകുമായിരുന്ന തൻ്റെ പ്രിയതമയെ കാണാത്തതിലുള്ള വേവലാതിയായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആലാപനത്തെയും ബാധിച്ചു. ഇത് ഒരു നാഗം പുണ്ടരീക രാജാവിനെ അറിയിച്ചു. ഇതിൽ കോപിതനായ രാജാവ് ഗന്ധർവനെ ശപിച്ചു. വിരൂപനായ രാക്ഷസനാക്കി. ഭീകരരൂപനായ യുവാവ് ദുഃഖിതനായി വിന്ധ്യാചല മലയിലേക്ക് പോയി. ദുഃഖിത ആയ ലളിതനെ തേടി വനത്തിലെത്തി. പിന്നീട് ലളിത ശൃംഗി എന്ന മഹർഷിയുടെ അടുത്തെത്തുകയും തൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. മഹർഷി ശാപമോചനത്തിനായി ഉപവാസം പറഞ്ഞുകൊടുത്തു. ചൈത്രമാസത്തിലെ കാമദ ഏകാദശി അനുഷ്ഠിക്കാനാണ് മഹർഷി ഉപദേശിച്ചത്. ലളിത ഉപദേശം അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ലളിത തൻ്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്തു. അന്നു മുതൽ ജനങ്ങൾ കാമദ ഏകാദശി അനുഷ്ഠിക്കുവാനും തുടങ്ങി. പാപവും മുക്തിയും ഏകാദശിയും അനുഷ്ഠിക്കുന്നതിലൂടെ സാധ്യമാകും. പാരണ വീടേണ്ട സമയം 9-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:15 മുതൽ 8:44 വരെയാണ് സമയം. ഏപ്രിൽ 10-ാം തീയതിയാണ് പ്രദോഷം. എല്ലാവരും ഏകാദശി എടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാമദ ഏകാദശി ആശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.